തിരുവിതാംകൂറിലെ തിരുവല്ലഭപുരം ദേശത്തിലുള്ള ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. BC 59 ആണ്ടിൽ നിർമ്മിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു ആദിവിരാട് പുരുഷ സങ്കല്പത്തിൽ ശ്രീവല്ലഭനായി അറിയപ്പെടുന്നു. ഈ പേരിൽ നിന്നാണ് തിരുവല്ല എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദേവാലയങ്ങളിലൊന്നാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. കേരളത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിലൊന്നായ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഇവിടെ ശ്രീവല്ലഭനായി കുടികൊള്ളുന്നത്. ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ പര്യായവും വല്ലഭനെന്നാൽ ഭർത്താവ്. തന്മൂലം ശ്രീവല്ലഭൻ മഹാവിഷ്ണുവിന്റെ പര്യായ നാമമാകുന്നു. വിരാട് പുരുഷനായാണ് ഇവിടെ പ്രതിഷ്ഠാസങ്കല്പം. 7 അടിയോളം ഉയരം വരുന്ന നിൽക്കുന്ന രൂപത്തിലുള്ള ശിലാവിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതീവ ശാന്തഭാവത്തിലുള്ള ഭഗവാനാണ് ഇവിടെ. പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടതു കൈയിൽ പാഞ്ചജന്യം ശംഖും മുന്നിലെ വലതു കൈയിൽ താമരയും ധരിച്ച ഭഗവാൻ മുന്നിലെ ഇടതു കൈ അരയിൽ കുത്തിനിൽക്കുന്നു. പാൽപായസം, പുരുഷ സൂക്താർച്ചന, വിഷ്ണു സഹസ്രനാമാർച്ചന, അപ്പം, അട, കളഭാഭിഷേകം, ഉദയാസ്തമന പൂജ തുടങ്ങിയവ ശ്രീവല്ലഭസ്വാമിയുടെ പ്രധാന വഴിപാടുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ പാളയിലയിലെ ചോറും പടറ്റിപ്പഴ നിവേദ്യവുമാണ്. ഉച്ചപൂജയ്ക്കാണ് ഭഗവാന് പാളയിലയിൽ ചോറ് നേദിക്കുന്നത്. ചോറിനൊപ്പം തൃപ്പുളി, എരിശ്ശേരി, പരിപ്പ്, ഉപ്പേരി, ഉപ്പുമാങ്ങ തുടങ്ങിയവയുമുണ്ട്. ക്ഷേത്രത്തിലെ കഥകളി വഴിപാടും പ്രധാനമാണ്. നിത്യേന കഥകളി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. കിഴക്കേ ഗോപുരത്തിന് മുന്നിലുള്ള മണ്ഡപത്തിൽ വൈകിട്ടാണ് കഥകളി നടത്തുന്നത്. തുകലാസുരവധം, ശ്രീവല്ലഭചരിതം, ശ്രീവല്ലഭ വിജയം തുടങ്ങിയ ആട്ടക്കഥകളാണ് കഥകളിയിൽ ഉപയോഗിച്ചു വരുന്നത്. ശ്രീ സുദർശനമൂർത്തി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിലൊന്നാണ്. മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തെ സ്വയം ഒരു മൂർത്തിയായി സങ്കല്പിച്ച് ആരാധിക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ സുദർശനമൂർത്തിക്ക് പ്രതിഷ്ഠകൾ വളരെ കുറവാണ്. അവയിൽ തിരുവല്ലയും തുറവൂരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. സാധാരണയായി സുദർശനമൂർത്തിയെ 16 കൈകളോടെയാണ് ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ ഇവിടെ 8 കൈകളോടുകൂടിയുള്ള പ്രതിഷ്ഠയാണ് പടിഞ്ഞാട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. രഹസ്യ സ്വഭാവമുള്ള പ്രതിഷ്ഠയായതിനാൽ അളവുകളോ പ്രതിഷ്ഠയുടെ ഭാവമോ ലഭ്യമല്ല. 8 കൈകളിൽ ശംഖ്, ചക്രം, അമ്പ്, വില്ല്, വാൾ, പരിച, ഉലക്ക, ഗദ എന്നിവ ധരിച്ച സുദർശനമൂർത്തി വൈഷ്ണവാംശമായതുകൊണ്ട് തന്നെ വൈഷ്ണവപ്രീതികരമായ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ്. എന്നാൽ ഉഗ്രമൂർത്തിയായതുകൊണ്ട് കടുംപായസം, അരവണ, രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്നിവയും നടത്തിവരുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഇരുമൂർത്തികൾക്കും തുല്യ പ്രാധാന്യമായതിനാൽ ഇരുവർക്കും പ്രത്യേകം തന്ത്രിമാരും മേൽശാന്തിമാരുമുണ്ട്. ഇത്രയും വലിയൊരു തിരുവുത്സവം കൊണ്ടാടുന്നതിന് നാട്ടുകാരുടെയും മറ്റു എല്ലാവിധ ഭക്തജനങ്ങളുടെയും സഹായവും സഹകരണവും കൊണ്ട് ഉത്സവം വളരെ ഭംഗിയായും ഭക്തിനിർഭരമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ദേശദേവനായ ശ്രീവല്ലഭ സ്വാമിയുടെ തിരുസന്നിധിയിൽ 10 ദിവസങ്ങളായിട്ടാണ് ഉത്സവം കൊണ്ടാടുന്നത്. ഈ കലാപരിപാടികളും കഥകളിയും ഒക്കെ തന്നെ കാണുവാൻ വേണ്ടി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കലാ ആസ്വാദകർ ശ്രീവല്ലഭ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. സർവവിഘ്ന നിവാരകനും ശിവപാർവതി പുത്രനുമായ ഗണപതി ഭഗവാൻ
ക്ഷേത്ര നാലമ്പലത്തിന് പുറത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഗണപതി ശ്രീകോവിലിൽ നിന്ന് ഏതാനും വാരം തെക്കുമാറിയാണ് ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിൽ. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ തെക്കോട്ട് ദർശനമായാണ് ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. നാലമ്പലത്തിനകത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം തീർത്ത ശ്രീകോവിലിലാണ് വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠ. ഭഗവത് വാഹനമായ ഗരുഡന് ഇവിടെ 2 പ്രത്യേക പ്രതിഷ്ഠകളുണ്ട്. ഒന്ന് ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഗരുഡമാടത്തറയിലും മറ്റേത് ശ്രീവല്ലഭസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മണ്ഡപത്തിലും. ക്ഷേത്രനാലമ്പലത്തിന് പുറത്ത് പ്രത്യേകം തീർത്ത യക്ഷിത്തറയിലാണ് അയയക്ഷിയുടെ പ്രതിഷ്ഠ. അയയക്ഷിക്കൊപ്പം തന്നെയാണ് മായയക്ഷിയുടെയും പ്രതിഷ്ഠ. നാലമ്പലത്തിന് പുറത്ത് വടക്കുഭാഗത്ത് പ്രത്യേകം സ്ഥലത്താണ് ദുർവാസാവ് മഹർഷിയുടെ പ്രതിഷ്ഠ. മഹർഷിയെ ക്ഷേത്രാചാര്യനായി കണക്കാക്കി വരുന്നു. ദുർവാസാവ് മഹർഷിക്കൊപ്പം തന്നെയാണ് വേദവ്യാസ മഹർഷിയുടെയും പ്രതിഷ്ഠ. നാലമ്പലത്തിന് പുറത്ത് വടക്കുഭാഗത്ത് പ്രദക്ഷിണ വഴിക്കകത്താണ് ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തിയായ കുരയപ്പസ്വാമിയുടെ പ്രതിഷ്ഠ. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. ക്ഷേത്രമൂലസ്ഥാനമായ ശങ്കരമംഗലത്ത് മനയിലാണ് പന്തീരടി പൂജ നടക്കുന്നത്. അതിനാൽ ഇത് ശങ്കരമംഗലത്ത് പൂജ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചരാത്ര സംഹിതയിലെയും ദുർവാസ സംഹിതയുമനുസരിച്ചാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. തന്ത്രസമുച്ചയം ഇവിടെ ബാധകമല്ല. പുരുഷനാരായണ പൂജയാണ് ഇവിടെയുള്ളത്. സുദർശനമൂർത്തിക്ക് അഹിർബുധിന്യ സംഹിതയനുസരിച്ചാണ് പൂജകൾ നടക്കുന്നത്. നടയടയ്ക്കുന്നതിന് തൊട്ടുമുമ്പായി നിത്യേന ഭഗവാന് പള്ളിയുറക്കവുമുണ്ട്. ദേവീ സമേതനായാണ് ഭഗവാനെ പള്ളിയുറക്കുന്നത്. ഭഗവാനെ പള്ളിയുണർത്തിയ ശേഷമാണ് നട തുറക്കുന്നത്. അതിനായി ക്ഷേത്രത്തിൽ പള്ളിയറയുമുണ്ട്. ഇവിടെയും തിരുവഞ്ചിക്കുളത്തും മാത്രമാണ് പള്ളിയറകളുള്ളത്. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങൾ ലയിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഒന്ന്, ഇവിടെ പരമമായ മഹാവിഷ്ണു ഉപാസകയായ ഏകാദശി നോറ്റ ചങ്ക്രോത്തമ്മ എന്ന സാധ്വി സ്ത്രീക്ക് വാമനരൂപത്തിൽ ദേവൻ ദർശനം നൽകി ശാക്തേയവും ശൈവവുമായിട്ടുള്ള 2 ശക്തികളെ ഈ സങ്കേതത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് കുടിയിരുത്തിക്കൊണ്ട് അതിൻ്റെ മധ്യത്തിൽ വൈഷ്ണവ ഉപാസനാ പദ്ധതി ക്രമീകരിച്ച് നടപ്പാക്കിയ ദേവൻ. അങ്ങനെയാണ് ചക്രമൂർത്തി സുദർശന ചക്രമായിട്ട് ഇവിടെ പ്രതിഷ്ഠയുണ്ടായത്. ഇതാണ് സുദർശന പ്രതിഷ്ഠയുടെ ഐതിഹ്യം. അതേപോലെ തന്നെ ഈ ശ്രീവല്ലഭ പ്രതിഷ്ഠയായി ബന്ധപ്പെട്ട് സാത്യകി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം കർണാടകത്തിലെ നേത്രാവതി നദിയിലെ ഭദ്രം എന്ന കായത്തിൽ നിക്ഷേപിക്കുകയും പിന്നീട് 1000 വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് അത് ചേരമാൻ പെരുമാളിൻ്റെ ഭാര്യയ്ക്ക് സ്വപ്നദർശനമുണ്ടായി മനസ്സിലാക്കി അവിടെ നിന്ന് അത് ഉദ്ധരിച്ച് എടുത്തുകൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കലിസംഖ്യ പ്രകാരം ചേരമാൻ പടകിട എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്, കൊത്തിവെച്ചിരിക്കുന്നത്. അതുപ്രകാരം കണക്കാക്കുമ്പോൾ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറയുന്നത് BC 59 ഇവിടുത്തെ പ്രതിഷ്ഠ നടന്നത് എന്നാണ്. അത്രയും പ്രാചീനതയുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. ക്ഷേത്രത്തിലെ താന്ത്രികാധികാരം തിരുവല്ല കുഴിക്കാട്ട് ഇല്ലക്കാർക്കാണ്. ഇവർ 2 ശാഖകളായി പിരിഞ്ഞാണ് താന്ത്രികാധികാരം നിർവഹിക്കുന്നത്. ആമ്പള്ളി, അന്നങ്കല, കാരക്കാട്, ശ്രീവല്ലി, നെടുമ്പുറത്ത് എന്നീ 5 ഇല്ലക്കാരാണ് മേൽശാന്തിമാർ. തുളു ബ്രാഹ്മണരും 10 ഇല്ലത്തിൽ പോറ്റിമാരുമാണ് ഇവിടെ സേവ ചെയ്യുന്നത്. ക്ഷേത്രം
അതിൻ്റെ പ്രൗഢി കൊണ്ടും പ്രാമാണ്യം കൊണ്ടും പ്രാചീനത്വം കൊണ്ടും അന്യാദൃശ്യമായ ഒന്നാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ദർശനത്തിൻ്റെ സവിശേഷതകളും ഭക്തർ മനസ്സിലാക്കി തൊഴുന്നു എന്നുള്ളത് വളരെ പ്രോത്സാഹനജനകമായ കാര്യമാണ്. ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും ഇവിടുത്തെ സ്ഥിരമായ ഉപാസകരായിട്ടുള്ള ഭക്തർക്കും ഒക്കെ തന്നെ ഈ വിശേഷങ്ങൾ അറിയാം, ഈ വ്യത്യസ്തതകൾ അറിയാം. ഇതെല്ലാം അനുഭവിച്ച് തന്നെയാണ് ഇവിടുത്തെ ഉത്സവം ഇപ്പോൾ നടന്നു വരുന്നത്.